ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് കേറ്റഡ് കാറ്റഗറി 1 EVSലെ ഫസ്റ്റത്തെ സിലബസായ ഫാമിലി കുടുംബം എന്ന വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫാമിലി എന്ന വാക്ക് സെർവൻറ്റ് എന്നർത്ഥം വരുന്ന ഫാമിലസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത്. കേറ്ററ്റിൽ സാധാരണ കണ്ടിട്ടുള്ള ചോദ്യമാണ് ഫാമിലി എന്ന വാക്ക് ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് ഭാഷയിലുള്ള പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എങ്ങനെയാ? ഫാമിലി എന്ന വാക്ക് ഫാമിലസ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാമിലി എന്ന വാക്ക് ഉണ്ടായത്. ജീവശാസ്ത്രത്തിൽ ശാസ്ത്രീയ വർഗീകരണത്തിലെ മൂന്നാമത്തെ വർഗീകരണമാണ് കുടുംബം. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുടുംബത്തെക്കുറിച്ചിട്ടുള്ളൊരു നിർവചനമാണ്. ദത്തെടുത്തതോ രക്തബന്ധമുള്ളതോ കല്യാണം കഴിച്ചതോ ആയ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സൊസൈറ്റി അംഗീകൃത സ്ഥാപനമാണ് കുടുംബം. ഇതും ഒരു തവണ കേറ്ററ്റിൽ ചോദിച്ചിട്ടുണ്ട്. ദത്തെടുത്തതോ രക്തബന്ധമുള്ളതോ കല്യാണം കഴിച്ചതോ ആയ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സൊസൈറ്റി അംഗീകൃത സ്ഥാപനം ഏത് എന്നുള്ളൊരു ചോദ്യം ഇതിനു മുന്നേ ഒരു തവണ കേറ്ററ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദത്തെടുത്തതോ രക്തബന്ധമുള്ളതോ കല്യാണം കഴിച്ചതോ ആയ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സൊസൈറ്റി അംഗീകൃത സ്ഥാപനമാണ് കുടുംബം. ലോകത്ത് തന്നെ ശക്തമായ കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അച്ഛൻ്റെ സമ്പത്ത് മക്കൾക്ക് കിട്ടുന്ന അവകാശക്രമമാണ് മക്കത്തായം. മാതൃദായ ക്രമം എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശം അമ്മയ്ക്കും അവരുടെ ബന്ധുക്കൾക്കും ആയിരിക്കും. അതുപോലെ തന്നെ പിതൃദായ ക്രമം എന്ന് പറയുന്നത് മക്കൾക്ക് സ്വത്തവകാശമുള്ള ഒരു ജാതിമുറയാണ്. പിതൃമേൽക്കോയ്മ എന്നത് പിതാവിൽ നിന്ന് മകനിലേക്ക് പിന്തുടർച്ച അവകാശം കിട്ടുന്നു. അന്താരാഷ്ട്ര കുടുംബദിനം എന്ന് പറയുന്നത് മെയ് 15-നാണ്. അന്താരാഷ്ട്ര കുടുംബ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 15-നാണ്. ഇതുപോലെയുള്ള ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് കേറ്ററ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇതുപോലെയുള്ള ദിവസങ്ങളെല്ലാം കേറ്ററ്റിൽ തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ദിവസങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അന്താരാഷ്ട്ര കുടുംബദിനം എന്ന് പറയുന്നത് മെയ് 15-നാണ്. വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് സമുദായം ഉണ്ടാകുന്നു, സമുദായങ്ങൾ ചേർന്ന് ഒരു സമൂഹം ഉണ്ടാകുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് വ്യത്യസ്ത തരം കുടുംബങ്ങളെ കുറിച്ചിട്ടാണ്. കുടുംബങ്ങൾ പലതരത്തിലുണ്ട്. അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം, ഏക രക്ഷാകർതൃ കുടുംബം, മക്കളില്ലാത്ത കുടുംബം അല്ലെങ്കിൽ ചൈൽഡ്ലെസ് ഫാമിലി എന്ന് പറയും, സ്റ്റെപ്പ് ഫാമിലി, മുത്തശ്ശൻ കുടുംബം. ഇങ്ങനെ 7 തരത്തിലുള്ള കുടുംബങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇനി ഓരോ കുടുംബവും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അണുകുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബമാണ് അണുകുടുംബം. 2 or 3 അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം. അപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയും മാത്രമുള്ള കുടുംബമാണ് അണുകുടുംബം. ഇതുപോലെയുള്ള അണുകുടുംബങ്ങൾ ചേർന്നാണ് വിസ്തൃത കുടുംബം ഉണ്ടാകുന്നത്. അതായത് 2 or 3 അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം. 3 or 4 തലമുറകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ താമസിക്കുന്നതാണ് കൂട്ടുകുടുംബം. നമ്മളുടെ തലമുറകൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, അങ്ങനെ നമ്മൾ 3 or 4 തലമുറകൾ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ അത്തരം കുടുംബങ്ങളെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അടുത്തത് ഏക രക്ഷാകർതൃ കുടുംബം. അതായത് അച്ഛനോ അമ്മയോ മാത്രം കുട്ടിയെ നോക്കുന്നു. അച്ഛനോ അമ്മയോ മാത്രം കുട്ടിയെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, അപ്പോൾ അവിടെ ആ ഒരു കുടുംബത്തിൽ ആ ഒരു കുട്ടിയും അതേപോലെ കുട്ടിയുടെ ഒരു പാരന്റ് കുട്ടിയെ നോക്കാനുണ്ടാവുള്ളൂ. അത്തരം കുടുംബമാണ് ഏകരക്ഷാകർതൃ കുടുംബം എന്ന് പറയുന്നത്. അടുത്ത കുടുംബം എന്ന് പറയുന്നത് മക്കളില്ലാത്ത കുടുംബം അഥവാ ചൈൽഡ്ലെസ് ഫാമിലി. അവിടെ പങ്കാളികൾ മാത്രമാണ് ആ ഒരു കുടുംബത്തിൽ ഉണ്ടാവുക, കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ പങ്കാളികൾ മാത്രം ഉൾക്കൊള്ളുന്ന കുടുംബമാണ് മക്കളില്ലാത്ത കുടുംബം. സ്റ്റെപ്പ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്സാമ്പിൾ ആയിട്ട് കുമ്പളങ്ങി നൈറ്റ്സിൽ ആ ഒരു സൗബിൻ്റെ ഒക്കെ ഒരു ഫാമിലി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ അച്ഛൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു, അതിൽ അച്ഛൻ ഓൾറെഡി ഒരു കുട്ടിയുണ്ട്, അച്ഛൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു, അയാൾക്കും മറ്റൊരു കുട്ടിയുണ്ട്, പിന്നെ ഇവർക്കും ഒരു കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഫാമിലി, അതിനെയാണ് സ്റ്റെപ്പ് ഫാമിലി എന്ന് പറയുന്നത്. അതായത് സ്റ്റെപ്പ് ഫാമിലി എന്ന് പറയുന്നത് പുനർവിവാഹം ചെയ്ത അച്ഛൻ അഥവാ അമ്മ, അവരുടെ മുൻ വിവാഹങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ഇവരെല്ലാവരും ഉൾച്ചേർന്നതാണ് സ്റ്റെപ്പ് ഫാമിലി.
മറ്റൊരു തരത്തിലുള്ള കുടുംബമാണ് മുത്തശ്ശൻ കുടുംബം അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ് ഫാമിലി. മുത്തശ്ശൻ കുടുംബം എന്ന് പറയുമ്പോൾ പേരക്കുട്ടികളെ മുത്തശ്ശനോ മുത്തശ്ശിയോ നോക്കുന്നതാണ് മുത്തശ്ശൻ കുടുംബം. അതായത് ഇപ്പോൾ പാരൻസ് ഒക്കെ അബ്രോഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റിലോ എന്തെങ്കിലും പറ്റി മരിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ കുട്ടികളെ നോക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പാരൻസിന്റെ പ്രസൻസ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയും കൂടെ പേരക്കുട്ടികളെ നോക്കുന്ന അത്തരം തരത്തിലുള്ള ഫാമിലിയാണ് മുത്തശ്ശൻ കുടുംബം എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കുടുംബങ്ങൾ ഏതൊക്കെയായിരുന്നു? അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം, മക്കളില്ലാത്ത കുടുംബം, സ്റ്റെപ്പ് ഫാമിലി, ഏകരക്ഷാകർതൃ കുടുംബം, മുത്തശ്ശൻ കുടുംബം. ഇത്രയാണ് വ്യത്യസ്ത തരത്തിലുള്ള കുടുംബങ്ങൾ. അപ്പോൾ ഓരോ കുടുംബത്തെയും കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കുക. എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരു കുടുംബത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ് കുടുംബത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. അതേപോലെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം എന്നിവയെല്ലാം കുടുംബത്തിന്റെ സവിശേഷതയാണ്. എന്തൊക്കെയാണ്? സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം എന്നിവയെല്ലാം കുടുംബത്തിന്റെ സവിശേഷതയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? സ്നേഹം, പരസ്പര ബഹുമാനം, സുരക്ഷിതത്വം. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം, പരസ്പര ബന്ധം, ബഹുമാനം, സുരക്ഷിതത്വം. ഓക്കെ. രാഷ്ട്രം, ഭാഷ തുടങ്ങിയവ പരിഗണിക്കാതെ ലോകമെമ്പാടും കുടുംബങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ കുടുംബം സാർവലൗകികമാണ്. കുടുംബം സാർവലൗകികമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രം, ഭാഷ തുടങ്ങിയവ പരിഗണിക്കാതെ ലോകമെമ്പാടും കുടുംബങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് കുടുംബം സാർവലൗകികമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിന്റെ പ്രാഥമിക വേദി എന്നറിയപ്പെടുന്നതും കുടുംബമാണ്. അപ്പോൾ നമുക്ക് കുടുംബം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സിലബസ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടിൽ ചോദിച്ച് കാണാറുള്ളത്. വാട്ടർ എന്ന രണ്ടാമത്തെ സിലബസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.